ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കാൻ ഇനി ഒരു ദിവസവും 6 മണിക്കൂറും മാത്രം. ട്രാൻസ്ഫർ വിൻഡോ അവസാനിക്കുമ്പോൾ ലോകം കാത്തിരിക്കുന്ന വിക്ടർ ഓസിമന്റെ ഡീൽ നടന്നിരിക്കും. വിക്ടർ ഓസിമൻ ഒരു തീരുമാനം മാത്രം എടുത്താൽ മതി. തലമുറകൾ കഴിയാനുള്ള ഓഫറുമായി വന്ന അൽ ഹിലാലിലേക്കോ, ഫുട്ബോൾ ലെജൻസിന്റെ പട്ടികയിൽ ഇടം നേടാൻ പ്രീമിയർ ലീഗ് ക്ലബായ ചെൽസി ഫുട്ബോൾ ക്ലബിലേക്കോ നമുക്ക് സംസാരിക്കാം. ഫാബ്രീസോ റൊമാനോന്റെ ലേറ്റസ്റ്റ് റിപ്പോർട്ട് അനുസരിച്ച് അൽ ഹൈലിയുടെ ഒരു ജോ ഡ്രോപ്പിംഗ് ഓഫറാണ് ഓസിമന് വെച്ചേക്കുന്നത്. എവിടെയും കാണാത്ത ഫീ സ്ട്രക്ചറാണ് വന്നേക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 25 to 30 million ആണ് ഒരു ഇയറിൽ പേ ചെയ്യുന്നത്. അത് 2028 വരെ അത് ഫോളോ ചെയ്യും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കണം 500 to 700K പെർ വീക്കാണ് ഓസിമൻ ഈ ഒരു ഡീല് ആക്സെപ്റ്റ് ചെയ്താൽ ഏൺ ചെയ്യാൻ പോകുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് ഈ ഒരു ഓഫർ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഡീല് സംസാരിക്കാൻ വേണ്ടി അൽ ഹൈലിയുടെ മാനേജ്മെന്റ് ഇറ്റലിയിലോട്ട് ട്രാവൽ ചെയ്തിട്ടുണ്ട്. 3 ദിവസം മുമ്പ് ഇങ്ങനെ ഒരു റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ ഓസിമന്റെ ഏജന്റ് ബെർണാഡോ കലാണ്ട റിപ്ലൈ ചെയ്തത് ഓസിമൻ ഒരു പാക്കേജ് അല്ല സൗദിയിലോട്ട് ഷിപ്പ് ചെയ്യാനുള്ള രീതിയിലാണ് റിപ്ലൈ കൊടുത്തത്. പക്ഷേ ഇങ്ങനൊരു ഓഫർ 30 million പെർ ഇയർ എന്ന് പറഞ്ഞൊരു ഓഫർ വരുമ്പോൾ ഒരു പ്ലെയറിനും കണ്ണടച്ച് തള്ളാൻ പറ്റില്ല. അപ്പോൾ ചെൽസി ചൂസ് ചെയ്യണമെങ്കിൽ അതൊരു ബിഗ് റെസ്പെക്റ്റിനെ കൂടി സംഭവിക്കും. ചെൽസി ആയിട്ടുള്ള ടോക്സ് ഓൺ ഗോയിങ് ആണ്. അതിൻ്റെ ഒപ്പം തന്നെ അൽ ഹൈലി ആയിട്ടുള്ള ടോക്സും പാരലായിട്ട് നടക്കുന്നുണ്ട്. ചെൽസി ആയിട്ടുള്ള ഡീല് കൊളാപ്സ് ആയാലും മാത്രമേ ഉള്ളൂ സൗദിയിലോട്ട് ഓസിമൻ മൂവ് ചെയ്യുള്ളൂ. ഓസിമൻ ഏകദേശം എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു 400 to 500 റേഞ്ച് ആയിരിക്കും പെർ വീക്ക് എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷെ ചെൽസിയുടെ ഒരു സാലറി അങ്ങനെ അവർ കൊടുക്കാറില്ല. കുറച്ചും കൂടി സിസ്റ്റമാറ്റിക് ആണ് അവർ ഏറ്റവും കൂടുതൽ സാലറി കൊടുക്കുന്നത് സ്റ്റെർലിങ്ങിനും ലുക്കാക്കുവിനായിരുന്നു. ലുക്കാക്കു ആണെങ്കിൽ നെപ്പോളിയിലോട്ട് മൂവ് ചെയ്ത് സ്റ്റെർലിംഗ് ഏകദേശം 350K പെർ വീക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ബാക്കി പ്ലേയേഴ്സിന് അത്രയും വേജ് ഇല്ല. പക്ഷെ ഓസിമൻ വരുമ്പോൾ അവരുടെ സാലറി സ്ട്രക്ചർ പൊളിക്കാനായിട്ട് റെഡിയാണ്. പക്ഷെ കുറച്ച് കാര്യങ്ങൾ അവർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അവരുടെ ചെൽസിയുടെ ഒരു ഓഫർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലോൺ ഡീലാണ്. ലോൺ ഡീൽ വിത്ത് ഒബ്ലിഗേഷൻ ടു ബൈ എന്നുള്ള ഒരു ഇതാണ്. എന്ന് വെച്ചാൽ എന്തായാലും വാങ്ങാം എന്നുള്ളൊരു ഓഫറാണ് ചെൽസി വെച്ചേക്കുന്നത്. പക്ഷേ ഈ സാലറി കൊടുക്കാൻ പോകുന്നത് പെർഫോമൻസ് ബേസ്ഡ് ആണ്. കുറച്ച് ക്ലോസ് ഉണ്ട്. ഇപ്പം എന്തെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ക്വാളിഫൈ ആയാലോ അങ്ങനത്തെ കുറച്ച് ക്ലോസ് അനുസരിച്ച് അത് അച്ചീവ് ചെയ്യുകയാണെങ്കിൽ സാലറി ഇൻക്രിമെന്റ് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് ചെൽസി മുന്നോട്ട് വന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്യുവർലി പെർഫോമൻസ് ബേസ്ഡ് സാലറി ആയിരിക്കും ഓസിമന് കിട്ടാൻ പോകുന്നത്. അതുപോലെ തന്നെ പാൽമർ, ജാക്സൺ പോലത്തെ പ്ലേയേഴ്സിന്റെ സാലറി ഇൻക്രിമെന്റ് നടത്തിയിട്ടുണ്ട്. ഇങ്ങനൊരു വലിയൊരു വേജിലൊരു പ്ലെയർ വരുമ്പോൾ ഭയങ്കര ഒരു ഈഗോ ക്ലാഷോ അങ്ങനത്തെ ഒരു വേജിൽ അത്രയും വലിയ ഡിഫറൻസ് വരാണ്ടിരിക്കാനാണ് ഉള്ള ഒരു ടോക്സും ഫാൻസിന്റെ ഇടയിലുണ്ട്. അപ്പോൾ എന്തായാലും ചെൽസി ഇങ്ങനെ ഒരു പ്ലെയറിനെ വെൽക്കം ചെയ്യാൻ റെഡി ആയിരിക്കുകയാണ്. സാലറിയാണ് ഒരു മെയിൻ ഇഷ്യൂ ആയിട്ട്. ആ നെഗോഷിയേഷൻ ക്ലിയർ ആണെങ്കിൽ ഓസിമൻ ഡീൽ നടക്കുന്നതായിരിക്കും. ആരാണ് വിക്ടർ ഓസിമൻ? 25-year-old നൈജീരിയൻ സ്ട്രൈക്കറാണ് ഓസിമൻ. വേൾഡ് ഫുട്ബോളിൽ കറന്റ് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടോപ്പ് 3 നമ്പർ 9 പ്ലെയേഴ്സിൽ ഒരാളാണ്. ഹാലൻഡ്, ഹാരി കെയ്ൻ, ഓസിമൻ അങ്ങനെയാണ് ഇപ്പോൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒരു പ്ലെയറിനെ. കഴിഞ്ഞ സീസണിൽ നെപ്പോളിക്ക് വേണ്ടി 17 ഗോളും 3 അസിസ്റ്റും 32 ഗെയിംസിൽ സ്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു പ്ലെയർ. കഴിഞ്ഞ വർഷം തന്നെ ഓസിമൻ നെപ്പോളിയിലെ കോൺട്രാക്റ്റും കൂടി എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു 1 ഇയറിലേക്ക്. കഴിഞ്ഞ സീസണിൽ നെപ്പോളിൽ ഒരുപാട് ഇഷ്യൂസ് ഓസിമൻ ഫേസ് ചെയ്യുന്നുണ്ട്. ഒരു പേഴ്സണൽ ഹറാസ്മെന്റ് അങ്ങനത്തെ രീതിയിൽ അവരുടെ സോഷ്യൽ മീഡിയ തന്നെ ഓസിമനെ തന്നെ ട്രോൾ ചെയ്യുക, അങ്ങനെ തേങ്ങയായിട്ട് കൺസിഡർ ചെയ്യുക. അത് മൾട്ടിപ്പിൾ ടൈംസ് അങ്ങനത്തെ സംഭവങ്ങളുണ്ട്. അതായത് ബോർഡായിട്ടുള്ള ഇഷ്യൂസ് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ നെപ്പോളി ജേഴ്സി ഇട്ടിട്ട് ഓസിമൻ ഇനി കളിക്കൂലെന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ചെൽസിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഓസിമന്റെ ഒരു ഫേവറേറ്റ് ക്ലബ്ബും കൂടിയാണ് ചെൽസി ഫുട്ബോൾ ക്ലബ്ബ്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസിമന്റെ ഐഡല് ഡ്രോഗ്ബയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു മൂവ് നടക്കാൻ ചാൻസസ് കൂടുതലാണ്. ഓസിമൻ ആകെ എക്സ്പെക്ട് ചെയ്യുന്ന ഒറ്റ കാര്യമുള്ളൂ, വേജ് ഓസിമൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതിന്റെ അടുത്തെങ്കിലും എത്തുകയാണെങ്കിൽ ഈ ഒരു ഡീല് നടക്കും. നെപ്പോളിയനെ കുറിച്ച് സംസാരിക്കണമെങ്കിൽ നെപ്പോളി എന്തായാലും ഫേവർ ചെയ്യുന്നത് ആ സൗദി മൂവ് ആയിരിക്കും. കാരണം ഈ ഒരു പ്ലെയറിന്റെ റിലീസ് ക്ലോസ് ഒക്കെ ബ്രേക്ക് ചെയ്തായിരിക്കും അവരത് മേടിക്കുന്നത്. അപ്പോൾ വലിയൊരു എമൗണ്ട് ആയിരിക്കും നെപ്പോളിയിലോട്ട് വന്നത്. നെപ്പോളി ആണെങ്കിൽ അത്യാവശ്യം ട്രാൻസ്ഫേഴ്സ് നടത്തിയിട്ടുണ്ട്. ലുക്കാക്കു, മെക്ടോമിനി പോലത്തെ ട്രാൻസ്ഫേഴ്സ് അവർ നടത്തിയിട്ടുണ്ട്. പിന്നെ ആന്റോണിയോ കോണ്ടെ ഈ ഒരു പ്ലെയർ മൂവ് ചെയ്യണതിൻ്റെ ഒരു ഡിസിഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓസിമൻ മൂവ് ചെയ്യുന്ന റൂമേഴ്സ് നേരത്തെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആന്റോണിയോ കോണ്ടെ അതിലോട്ട് അധികം കൈ കടത്തിയിട്ടില്ല. ലുക്കാക്കോ ആണ് ആന്റോണിയോ കോണ്ടയുടെ ഒരു ഫേവറേറ്റ് പ്ലേയേഴ്സിൽ ഒന്നാണ്. അപ്പോൾ ആ ഒരു പ്ലെയർ വന്നതിന് കോണ്ടെ ഹാപ്പിയാണ് എന്തായാലും. പിന്നെ ഇപ്പോൾ അൽ ഹൈലിലോട്ട്
ഒസിമൻ മൂവ് ചെയ്യണമെങ്കിൽ അവിടുത്തെ സ്റ്റാർ പ്ലെയേഴ്സ് ലിവർപൂളിൽ കളിച്ച ഫെർമീനോ, സിറ്റിയിൽ കളിച്ച മാർസ്, ചെൽസിയുടെ ഗോൾ കീപ്പർ മെൻഡിയൊക്കെ അവരുടെ സ്റ്റാർ പ്ലെയേഴ്സ് തന്നെയാണ്. അപ്പൊ എന്തായാലും ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത് ഒസിമൻ തന്നെ ആയിരിക്കും എങ്ങോട്ട് മൂവ് ചെയ്യണമെന്നുള്ളത്. ചെൽസിക്ക് ഒരു ബാക്കപ്പ് പ്ലാനും കൂടി ഉണ്ട്. ഒസിമൻ ഡീല് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അവർ പോകാൻ പോകുന്ന പ്ലെയർ ആണ് 28 വയസ്സുള്ള ഐവാൻ ടോണി. ബ്രെൻഫോർഡ് പ്ലെയർ ആണ്. 35 മില്യൺ യൂറോസിനായിരിക്കും ആ ഡീല് നടക്കാൻ പോകുന്നത്. ഈ ഒരു പ്ലെയറിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഭയങ്കര ത്രെറ്റാണ്. ഒരു അഗ്രസീവ് സ്ട്രൈക്കറാണ്. കഴിഞ്ഞ സീസണിൽ 4 ഗോളും 2 അസിസ്റ്റും ഈ ഒരു പ്ലെയർ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെൽസി ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജാക്സനെ പോലത്തെ ഒരു പ്ലെയർ ശരിക്കും ഒരു ഡയറക്റ്റ് ത്രെറ്റ് അല്ല എതിർ ടീമിൽ. നല്ലോണം ഗോൾ സ്കോർ ചെയ്യാം, പക്ഷെ ഒരു ത്രെറ്റ് ആയിട്ട് ഫീൽ ചെയ്യില്ല. പക്ഷെ ഐവൻ ടോണി പോലത്തെ പ്ലേയേഴ്സ് വരുമ്പോൾ ശരിക്കും ഒരു ത്രെറ്റായിട്ട് എല്ലാവരും ഷെയ്ക്കാവും. അതുപോലെ തന്നെ എനിക്ക് ശരിക്കും ആഗ്രഹം ഒസിമൻ വന്നോന്നാണ്. ഒസിമൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രീമിയർ ലീഗിലൊരു വ്യൂവർഷിപ്പ് തന്നെ കൂടെ. എല്ലാ ഫാൻ ബേസും ചെൽസിയുടെ മാച്ചസ് കാണും. പ്രീമിയർ ലീഗ് തന്നെ റേസ് ചെയ്യുന്ന ഒരു ട്രാൻസ്ഫർ ആയിരിക്കും ഒസിമന്റെ ഡീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ തന്നെ നമ്പർ 9 കേസ്, ചെൽസിയുടെ ആ നമ്പർ 9 കേസ് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നു. ഫെർണാണ്ടോ ടോറസ് മുതൽ ഒബമയാങ് വരെ എത്തി നിൽക്കുന്ന അവരുടെ നമ്പർ 9 ജേഴ്സി കേസ് ബ്രേക്ക് ചെയ്യാൻ ഒസിമന് പറ്റുമോ? പലരും കളിച്ചിട്ടുണ്ട്. ഫാൽക്കോ, ലുക്കാക്കോ എല്ലാവരും ഫ്ലോപ്പ് ആയിട്ടുണ്ട് ചെൽസിയിൽ. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയർ വരുമ്പോൾ എങ്ങനെയായിരിക്കും ഇത് ബ്രേക്ക് ചെയ്യുമോ? അങ്ങനത്തെ എന്നിട്ട് ബ്രേക്ക് ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉള്ള പ്ലെയറാണ്. ഏറ്റവും ബെസ്റ്റ് പ്ലെയേഴ്സിൽ ഒരാളാണ്. അപ്പോൾ അതൊരു സംഭവമുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു പ്ലെയർ ആ ഒരു ലൈനപ്പിലോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ലെവലാണ്. കാരണം ഡേഞ്ചറസ് ടീം അവരുടെ ഫ്രണ്ട് ലൈൻ നോക്കിയിട്ടുണ്ടെങ്കിൽ ഒസിമൻ, ഫെലിക്സ്, നെറ്റോ, മഡൂക്കെ, മിഡില് എൻസോ, കസേഡോ, പാൽമർ, ബാക്കിൽ ഫൊഫാന, കോൾവില്, കുക്കറേല, മലോഗസ്റ്റോ, സാഞ്ചസ്. അപ്പോൾ ഈ ടീം ഡേഞ്ചറസ് ആണ്. പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ടീം ലൈനപ്പിൽ ഒന്നാണ്. അവരെന്താ ചെയ്യണമെന്ന് കഴിഞ്ഞ മാച്ചിൽ കണ്ടാണ്. 6 ഗോൾ അവർ സ്കോർ ചെയ്ത്. എൻസോ മറസ്ക ഈസ് കുക്കിംഗ് തന്നെ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവർ ഏത് ലെവൽ ഓഫ് പെർഫോമൻസിലോട്ടാണ് ഡെവലപ്പ് ചെയ്യണമെന്ന് പുള്ളി കാണിച്ചത്. അപ്പോൾ ആ ലെവലിൽ എത്തുമ്പോഴേക്കും ഭയങ്കര ത്രെറ്റാവും. പ്രീമിയർ ലീഗിൽ ചാലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ടീമായിട്ട് മാറും. ഈ വർഷം അവരെന്തായാലും ടോപ്പ് 4 ഫൈറ്റ് ചെയ്യുകയും ചെയ്യും. ഒസിമൻ തന്നെ എന്തായാലും ഫൈറ്റ് ചെയ്യും. ഒസിമൻ ഉണ്ടെങ്കിൽ അത് ഗുഡ് ചാൻസ് ആയിരിക്കും. അപ്പം നിങ്ങൾക്ക് ഈ ട്രാൻസ്ഫറിനെ കുറിച്ച് എന്താണ് തോന്നുന്നത് അതൊക്കെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക. ഈ പേജ് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എൻഗേജ്മെന്റ് കൊണ്ടാണ് അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺ ഗൈസ്, ടേക്ക് കെയർ.